നമസ്കാരം. ടുഡേ ഫ്രഷ് മീഡിയയുടെ പുതിയൊരു വ്ലോഗിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കാസർഗോഡ് നിന്നും കോട്ടയം വരെ ഇന്ത്യൻ റെയിൽവേയുടെ അഭിമാനമായ വന്ദേ ഭാരത് ട്രെയിനിൽ നടത്തിയ ഒരു യാത്രാ അനുഭവമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, വന്ദേ ഭാരതിലെ യാത്ര വെറും ഒരു യാത്രയല്ല. ഇരുമ്പ് പാതയിൽ കൂടി വന്ദേ ഭാരത് കടന്നു പോകുമ്പോൾ ഓരോ ജാലകങ്ങളിൽ കൂടെയും കാണുന്ന ദൃശ്യങ്ങൾ യാത്രക്കാരിൽ അതിമനോഹരമായ കാവ്യദൃശ്യമായി മാറുന്നു. വിശാലമായ സീറ്റുകൾ, ശുചിത്വമുള്ള ഉൾവശം, രുചികരമായ ഭക്ഷണം എന്നിവയെല്ലാം യാത്രയെ കൂടുതൽ ആസ്വാദ്യകരമാക്കുന്നു. റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിൽ കാത്തു നിൽക്കുന്ന എനിക്ക് ദൂരെ നിന്നും ചീറിപ്പാഞ്ഞു വരുന്ന വന്ദേ ഭാരത് ഒരു അത്ഭുത കാഴ്ചയായിരുന്നു. വന്ദേ ഭാരത് ട്രെയിൻ അതാ വന്നുകൊണ്ടിരുന്നു. ആദ്യം ഒരു നേർത്ത ബിന്ദുവായി, പിന്നെ അതൊരു വെള്ളി രേഖയായി, ഒടുവിൽ സ്റ്റേഷന്റെ നിശബ്ദതയെ കീറിമുറിച്ച് ഒരു മൃദുലമായ ഇരുമ്മലോടെ കാറ്റിന്റെ വേഗത്തിൽ ഇതാ ട്രെയിൻ കുതിച്ചെത്തിക്കഴിഞ്ഞിരുന്നു. അതിന്റെ തിളങ്ങുന്ന ചക്രങ്ങൾ ഇരുമ്പ് പാതയിൽ ഒരു മാന്ത്രിക സംഗീതം പൊഴിച്ചുകൊണ്ട് കടന്നു വന്നു. അതിന്റെ വാതിലുകൾ ഞങ്ങൾക്ക് മുന്നിൽ തുറന്നു വന്നു. ഉള്ളിലേക്ക് കയറിയപ്പോഴായിരുന്നു അത്ഭുത കാഴ്ചകൾ ഞങ്ങളെ കാത്തിരുന്നത്. ഇനി അതിനെപ്പറ്റി പറയാം. ആധുനികതയുടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. മനോഹരമായ സീറ്റുകൾ, വൃത്തിയുള്ള അന്തരീക്ഷം, ഏതൊരു യാത്രക്കാരനും ആഗ്രഹിക്കുന്ന എല്ലാ സൗകര്യങ്ങളും ഈ ട്രെയിനിൽ ഉണ്ടായിരുന്നു. ഡിജിറ്റൽ സ്ക്രീനുകൾ എല്ലാം യാത്രക്കാരെ കൂടുതൽ സുഖകരമാക്കി. വന്ദേ ഭാരത് എക്സ്പ്രസ് ചൂളം വിളിച്ച് നീങ്ങിയപ്പോൾ ഉള്ളിൽ ഒരു പുത്തൻ യാത്രാ അനുഭവത്തിന്റെ സന്തോഷം നിറഞ്ഞു. അതിവേഗം പാഞ്ഞു പോകുന്ന ട്രെയിനിന്റെ ജനലിലൂടെ നോക്കുമ്പോൾ കേരളത്തിന്റെ ഹൃദയഭൂമി കൺമുന്നിൽ വിസ്മയ കാഴ്ചകൾ ഒരുക്കി നിന്നു. പുറത്ത് തെങ്ങിൻ തോപ്പുകൾ, നെൽവയലുകളും അതിർത്തികളില്ലാതെ പരന്നു കിടക്കുന്നു. കണ്ണഞ്ചിപ്പിക്കുന്ന പച്ചപ്പ്, ഇടയ്ക്കിടെ ഓടിയെത്തുന്ന കൊച്ചു വീടുകൾ, പുഴകളും തോടുകളും എല്ലാം ഒരു ചിത്രത്തിലെന്നോണം മാഞ്ഞുപോയി. ട്രെയിനിന്റെ വാതിലുകൾ ഒരു പ്രത്യേകതയാണ്. ഓട്ടോമാറ്റിക് വാതിലുകളാണ് ഇവിടെയുള്ളത്. പൂർണ്ണമായും യാത്രികരുടെ സുരക്ഷ ഉറപ്പുവരുത്തിയാണ് ഇത്തരം ഡോറുകൾ ഈ ട്രെയിനിൽ ഉള്ളത്. ഇത് കാഴ്ചയിൽ സൗന്ദര്യവും ഉപയോഗത്തിൽ വളരെ സുരക്ഷിതവുമാണ്. നിങ്ങൾ ട്രെയിനിലേക്ക് പ്രവേശിക്കുമ്പോൾ വിശാലമായ ഇടം നിങ്ങളെ സ്വാഗതം ചെയ്യും. സാധാരണ ട്രെയിനുകളിലെ തിരക്കും ഇടുങ്ങിയ സ്ഥലവും ഇവിടെയില്ല. പകരം നല്ല പ്രകാശമുള്ള, ഒതുക്കമുള്ള, എന്നാൽ വിസ്താരമുള്ള ഒരു അന്തരീക്ഷം കാണാം. ആഡംബരവും സൗകര്യവും വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ഏറ്റവും വലിയ ആകർഷണങ്ങളിലൊന്നാണ് അതിന്റെ സീറ്റുകൾ. എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ 150 ഡിഗ്രി കറങ്ങുന്ന സീറ്റുകളാണുള്ളത്. ഇത് യാത്രക്കാർക്ക് തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സീറ്റുകൾ ക്രമീകരിക്കാനും പുറത്തെ കാഴ്ച ആസ്വദിക്കാനും സഹായകരമാകുന്നു. വിവിധ തരം യാത്രക്കാർക്കായി 2 തരം കോച്ചുകളാണ് പ്രധാനമായും വന്ദേ ഭാരത് ട്രെയിനിലുള്ളത്. എക്കോണമി ക്ലാസ്, ഇവിടെ സാധാരണ ചലിക്കാത്ത സീറ്റുകളാണ് ഉള്ളത്. എങ്കിലും സുഖകരമായ കുഷ്യനുകളും ആവശ്യത്തിന് സ്ഥലവും ഉണ്ട്. എക്സിക്യൂട്ടീവ് ക്ലാസ്, ഇവിടെയാണ് 150 ഡിഗ്രി കറങ്ങുന്ന സീറ്റുകളും കൂടുതൽ പ്രീമിയം സൗകര്യങ്ങളും ലഭിക്കുന്നത്. ഓരോ സീറ്റിനടുത്തും ഒരു ചെറിയ മേശ, ട്രേ ടേബിൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാനും ലാപ്ടോപ്പ് വെച്ച് ജോലി ചെയ്യാനും ഇത് വളരെ ഉപകാരപ്രദമാണ്.
ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഓരോ സീറ്റിന്റെ പിന്നിലും അല്ലെങ്കിൽ ഓരോ കോച്ചിലും LCD സ്ക്രീനുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവയിൽ യാത്രാ വിവരങ്ങൾ, അടുത്ത സ്റ്റേഷനെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, ചിലപ്പോൾ വിനോദ പരിപാടികൾ എന്നിവ പ്രദർശിപ്പിക്കാറുണ്ട്. USB ചാർജിംഗ് പോർട്ടുകൾ ഓരോ സീറ്റിനടുത്തും മൊബൈൽ ഫോണുകളും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും ചാർജ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. സാധാരണ ഇന്ത്യൻ ട്രെയിനുകളിൽ കാണുന്ന അഴുക്കും പൊടിയും ഇവിടെ കാണാൻ സാധിക്കില്ല. ശുചിമുറികളും ആധുനികവും വൃത്തിയുള്ളതുമാണ്. വാക്യൂം ടോയ്ലറ്റുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് വെള്ളത്തിന്റെ ഉപയോഗം കുറയ്ക്കാനും കൂടുതൽ ശുചിത്വം ഉറപ്പാക്കാനും സാധിക്കുന്നു. പരിസ്ഥിതി സൗഹൃദവും സമീപനവും ട്രെയിനിന്റെ ഭാഗമാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുറയ്ക്കാനും മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ സംസ്കരിക്കാനുമുള്ള സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. ഇന്ത്യൻ റെയിൽവേ നിങ്ങൾക്ക് സന്തോഷകരവും സുഖപ്രദവുമായ യാത്ര ആശംസിക്കുന്നു. മികച്ച ഒരു യാത്രാ അനുഭവമാണ് വന്ദേ ഭാരത് എനിക്ക് സമ്മാനിച്ചത്. ഇതാ രാത്രി 8 മണിയാകാൻ പോകുന്നു. ഞങ്ങളിതാ കോട്ടയം എത്താറായി. എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ കൂട്ടുകാരെ. വീണ്ടും പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക് യു.